ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെള്ളിയാഴ്ച രാവിലത്തെ തിരക്കുകളാണ് കേട്ടോ. രാവിലെ ഒരു 4 മണിയായപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. നല്ല അതിഗംഭീരമായിട്ടുള്ള മഴയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല തണുപ്പും. എണീറ്റപ്പോൾ തന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടു. സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. മോൾക്ക് കൊണ്ടുപോകാൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കണേ. അപ്പം അതിനുള്ള വെണ്ടക്കായും കഴുകി എടുത്തു കൊടുക്കുന്നുണ്ട്. സാമ്പാറിനുള്ള കഷ്ണവും നുറുക്കി വെച്ചു. ഇനിയിപ്പോൾ വേഗം വേഗം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെണ്ടക്കായ ഞാൻ അരിഞ്ഞിട്ടില്ല. അപ്പോൾ സാമ്പാറിനുള്ള പൊടികൾ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ചൂടാക്കിയെടുത്തു. മോൾക്ക് പനി ഇപ്പം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്ലാസ്സിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചത്. ട്യൂഷന് പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. രാവിലെ 6:30ക്കാണ് ട്യൂഷൻ. പക്ഷേ ട്യൂഷന് പോകാൻ പറ്റുമോ എന്നറിയില്ല. നല്ല മഴയുമാണ്. രാവിലെ തന്നെ ആ മഴയത്തൊക്കെ വിട്ടാൽ ചിലപ്പോൾ ആറി വരണ പനി വീണ്ടും വരും. അതുകൊണ്ട് രാവിലത്തെ ട്യൂഷന് പോക്ക് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. വെന്ത പരിപ്പിലേക്ക് കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു. നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളും ചേർത്ത് കൊടുത്തു. 2 വെണ്ടക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു, സാമ്പാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 2 തക്കാളി അരിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വെണ്ടക്കായ്ക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വേഗത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്തത് ഒന്ന് പുകഞ്ഞു തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു, പുളി പിഴിഞ്ഞൊഴിച്ചു, വെണ്ടക്കായ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അടച്ചിട്ട് ഒരു വിസിൽ വരണ വരെ ഒന്ന് വേവിക്കുക. അത് കഴിയുമ്പോൾ വറുത്തിടുക. അത്രയേ ഉള്ളൂ സാമ്പാറിൻ്റെ പണി. ഞാൻ അതിൻ്റെ ഇടയിൽ വെണ്ടക്കായ ഉപ്പേരിക്കുള്ളതും കൂടി വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെണ്ടക്കായ ഇട്ട് കൊടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചു. 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. പെരി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ. അതിനിടയിൽ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചു, ചോറും വാർത്ത് വെച്ചു. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കാതെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇന്ന് എനിക്കൊരു യാത്രയുണ്ട്. അതും കൂടിയാണ് ഇന്ന് രാവിലെ. ഇപ്പം എല്ലാം ചെയ്ത് വെച്ചിട്ട് പോയാലാണ് സമാധാനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മോള് സ്കൂളിലേക്ക് പോവുമോ ഇല്ലയോ എന്നറിയില്ല. പോയാലും ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ 2 പേർക്കും, ഏട്ടനും മോൾക്കും. അപ്പോൾ രാവിലത്തേക്കുള്ളതും ഉച്ചക്കലത്തേക്കുള്ളതും ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചോറ് ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോവുകയാണെങ്കിലും ഏട്ടനായാലും അവളായാലും പാക്ക് ചെയ്തോളും, ചുറ്റുപാത്രത്തിലേക്ക് ആക്കി കൊണ്ടുപോയിക്കോളും. അത് കാരണം എന്തായാലും ആക്കി വെക്കുകയെന്ന് മാത്രം. ഇഡ്ഡലിയും ആയി. അപ്പോൾ ഞാനത് വേഗം വെള്ളം തളിച്ചിട്ട് എടുത്ത് താഴെ വെച്ചു. ചൂടൊന്ന് ആറിയിട്ടേ ഞാനതിൽ നിന്ന് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. ചൂടാറിയിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നല്ല അതിന്മേലൊന്നും ഒട്ടാതെ കിട്ടും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അതിൻ്റെ ഇടയിൽ വറുത്തിടാനുണ്ടായിരുന്നു സാമ്പാർ, അതും കൂടി വറുത്തിടുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം ആയി. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. വെണ്ടക്കായും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും അടച്ചു വെച്ചു. സാമ്പാർ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി. വീതനയൊക്കെ ഒന്ന് തുടച്ചു വെച്ചു. ഇനിയിപ്പോൾ ബാക്കി പാത്രങ്ങൾ ഞാനിപ്പോൾ കഴുകണില്ല, എനിക്ക് സമയം പോയി. 6 മണിക്കുള്ള ബസ്സിന് പോകാമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ 6 മണി ആവാറായി, 10 മിനിറ്റേ ഉള്ളൂ 6 മണിക്ക്. അപ്പോൾ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അത് കാരണം ഞാൻ വേഗം തുടയ്ക്കൽ മാത്രമേ ചെയ്യണുള്ളൂ. ബാക്കി കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അപ്പോൾ കഴുകണുണ്ട്. എന്നാലും ഇഡ്ഡലിയുടെ തട്ടൊക്കെ ഒന്ന് കുതിരാനുണ്ട്. നല്ല മഴയാണ് പുറത്ത്. ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ റെഡിയായിട്ട് ഇറങ്ങണം. ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് പോണത്. ഞങ്ങളെല്ലായിടത്തേക്കും ഒരുമിച്ചാണ് പോവാറ്. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 6 മണിക്കുള്ള ബസ്സിനെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 6:30 ആയി. മഴ ആയതുകൊണ്ട് എല്ലാം കൊണ്ടും ലേറ്റായി. അപ്പോൾ എന്തായാലും ചൊവ്വയും വെള്ളിയും മാത്രം അവിടെ ഇപ്പോൾ ബുക്കിംഗ് ആണല്ലോ. അങ്ങനെ തൊടാനൊക്കെ ബുക്കിംഗ് ഉണ്ട്.
ചൊവ്വയും വെള്ളിയും ബുക്കിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പോണത്. മഴയായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ വിളക്കൊക്കെ കൊളുത്തി വെച്ചു, എന്നിട്ടാണ് പോയത്. സ്റ്റോപ്പിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ആദ്യം മമ്മിയൂരാണ് ഇറങ്ങിയത്. അതിൽ പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് അമ്പലത്തിൽ തൊഴാൻ കയറിയത്. അതിന് മഴയായതുകൊണ്ടാണ് പിടിക്കാൻ ഉള്ളിൽ മഴയൊന്നും കൊണ്ടില്ല. ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി. ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3/4 മണിക്കൂറോളമാണ് ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടി വന്നുള്ളൂ. അത് പന്തീരടി പൂജയുടെ നട അടയ്ക്കലായതുകൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് വേഗം തൊഴുതു, ഭക്ഷണം കഴിച്ചു, പായസമൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഫോണും ചെരുപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ പ്രിയദർശിനിയിലാണ്. പ്രിയദർശിനിയിൽ ഞങ്ങൾക്ക് പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് തിരിച്ചെത്തി. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ, ബൈ.